സദ്വശരണം. അപ്പം നമ്മുടെ ശ്രീകുട്ടി ശ്രീമതി ആൻറ്റി അവരുടെ ചാനലിൽ ഇന്നലൊരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ഞാൻ മുഴുവൻ കണ്ടില്ല, കുറച്ച് കണ്ട്. അപ്പോൾ കണ്ടത് വെച്ച് ഒരു കാര്യത്തിന് മറുപടി പറയണമെന്ന് തോന്നി. അപ്പോൾ മറുപടിയും അവരുടെ ആ ചാനലിൻ്റെ ഒരു ഇൻട്രോ കേട്ടിട്ട് അവർ പറയുന്നത് കേട്ടിട്ട് നമുക്ക് തുടങ്ങാം. സദ്ഗുരു ശരണം. എല്ലാവർക്കും ലൈഫ് ഡിവൈൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇപ്പോ ശ്രീ, നമ്മള് കുറച്ചു നാളായിട്ട് മറ്റൊരു ചാനലില് ഒരാള് ഇങ്ങനെ ഇരുന്ന് ഒരുപാട് ആരോപണങ്ങളും കുറെ വൃത്തികെട്ട കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതിനുള്ള മറുപടികളാണ് നമ്മളിപ്പോ കുറച്ചു നാളായിട്ട് വീഡിയോസിൽ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ശ്രീ, മറ്റൊരു ചാനലിൽ ഒരാൾ വന്നിരുന്നുണ്ട്, കുറേ കാര്യങ്ങളും വൃത്തികെട്ട കാര്യങ്ങൾ ഇവർക്ക് ഇവരുടെ ജീവിതത്തിൽ വൃത്തികേടുകൾ മൊത്തം പറയാൻ പാടില്ല. പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വിഷമമാണ്. മറ്റുള്ളവരെ അവഹേളിക്കുന്നതിന് ഒരു വിഷമവും ഇല്ല. അപ്പോൾ ഇനി ശ്രീകുട്ടി വരികയാണ്. ശ്രീകുട്ടി വന്നിട്ട് പറയുകയാണ്, ഗുരുവിൻ്റെ കുടുംബത്തെക്കുറിച്ച് പറയും. അപ്പോൾ അതൊന്ന് കേൾക്കാം. എന്നുവെച്ചാൽ ഗുരു എങ്ങനെയാണ് ഗുരു ആയതെന്നുള്ളതിനെക്കുറിച്ച് ശ്രീകുട്ടിയുടെ എന്നുവെച്ചാൽ ശിഷ്യപൂജിത എന്ന് പറയുന്ന ശിഷ്യപരാജിതയുടെ സ്വന്തം മണ്ടനായ ശ്രീകുട്ടിയും മന്ദബുദ്ധിയായ ശ്രീമതി ആൻറ്റിയും, മനസ്സിലായോ അവരുടെ. അപ്പോൾ ആ വാക്കുകളിലേക്കൊന്ന് നമുക്ക് കേൾക്കാം. ഗുരുവിനെ ഗുരു എന്ന് വെച്ചാൽ ഗുരുവായത് എങ്ങനെയാണെന്നുള്ള, ഗുരുവിന് ഭക്ഷണം പോലും കഴിക്കാൻ വീട്ടിൽ നിന്ന് കിട്ടാത്തത് കൊണ്ട് ഗുരു അലഞ്ഞു തിരിഞ്ഞ് വന്ന് ഗുരുവായതാണെന്നാണ് ഇവർ പറയുന്നത്. മനസ്സിലായില്ലേ? അങ്ങനെ ഒന്ന് പറഞ്ഞു വെക്കുകയാണ്. എന്ന് വെച്ചാൽ ഈ ശിഷ്യപൂജ എന്ന് പറയുന്നവരെ ഗുരു ഒരിക്കലും ഗുരുവായിട്ട് പ്രഖ്യാപിച്ചിട്ടില്ല. ഈ പറയുന്ന അമല ജന്നി, സാത്വിക ജന്നി, ഈ പറഞ്ഞ അമൃത ജന്നി, ഈ 3 ജന്നിമാർക്ക് ദർശനം ഉണ്ടായത്. അത് ആദ്യത്തെ ജന്നിനെ എന്താ പറയുക, അവൽ ചേർത്തല വന്ന് ഭക്ഷണത്തരം കാണിച്ചിട്ട് ആ ജന്നീനെ ദർശന സ്വഭാവത്തിൽ നിന്ന് മാറ്റി നിർത്തേണ്ട ഒരു അവസ്ഥ ഉണ്ടാക്കി. മനസ്സിലായോ? ഈ ഗുരുരത്നൻ്റെ കുടുംബത്തിൽ നിന്ന് തന്നെയാണ് ഈ എല്ലാ പൈശാചികവും വരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് സാത്വിക ജന്നിക്ക് ഈ വടംവലിയിലൊന്നും താല്പര്യമില്ലാത്തതുകൊണ്ട് ജനനി മാറി നിന്ന് ഇവർ അധികാരം ഇങ്ങനെ പിടിച്ചെടുത്തപ്പോൾ, ഞാനാണ് അടുത്ത സ്ഥാനത്തൊക്കെ എന്നും പറഞ്ഞ് ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ പ്രൊമോഷൻ ചെയ്ത് വന്നല്ലോ. ദർശനത്തിൻ്റെ മൊത്തം കച്ചവടക്കാരി ഇവരാണെന്നാണ് പറയുന്നത്. മൊത്തം പാറ്റൻ്റ് എടുത്തേക്കുന്നത് ഇവരൊക്കെയാണ്. ഇവർക്ക് മാത്രമേ ദർശനം കിട്ടിയിട്ടുള്ളൂ. ഗുരു ഗൃഹസ്ഥാശ്രമികൾക്കാണ് ഏറ്റവും കൂടുതൽ മുൻഗണന കൊടുത്തത് ദർശന വശത്ത്. ഇവരെന്ന് വെച്ചാൽ പ്രസ്ഥാനത്തിൻ്റെ ഭാഗത്ത് മറ്റുള്ള കാര്യങ്ങൾ സ്വാർത്ഥ താല്പര്യമില്ല നോക്കാനാണ് പറഞ്ഞത്. പക്ഷേ ഇവർ സ്വാർത്ഥ താല്പര്യപരമായിട്ടാണ് എല്ലാം ചെയ്തത്. അപ്പോൾ ഇവർക്കെല്ലാം നഷ്ടപ്പെട്ടു പോയി. മനസ്സിലായ? ഈ അമൃത ജിന്നി എന്ന് പറയുന്ന ആ ശിഷ്യപൂജിത എന്ന ശിഷ്യപരാജിതക്ക്. അപ്പം നമുക്ക് ഈ ശ്രീകുട്ടിയുടെ മന്ദബുദ്ധിയായ അല്ലെങ്കിൽ മണ്ടനായ ശ്രീകുട്ടിയുടെ, മന്ദബുദ്ധിയായ ശ്രീമതി ആൻറ്റിയുടെ മണ്ടനായ ശ്രീകുട്ടിയുടെ ആ ഒരു ഗുരുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. ഗുരുനിന്ദാപരമായ കാര്യങ്ങളത് എൻ്റെ കുടുംബത്തെ വീഴ്ത്താൻ വേണ്ടി പറഞ്ഞാണ്. അത് എൻ്റെ കുടുംബത്തെ പറഞ്ഞാൽ എനിക്കൊന്നുമില്ല, അതൊന്നൊരു വിഷയമല്ല. പക്ഷേ ഗുരുവും കൂടി ആ കുടുംബത്തിലുള്ളത് കൊണ്ട് ഗുരുവിനെയും കൂടി ഇവർ എന്താ പറയുക, ഇകഴ്ച കാണിക്കുന്നതിന് വേണ്ടിയാണ് ഇതൊക്കെ ഉപയോഗിക്കുന്നത്. സദ്ഗുരുശരണം. ഈ ഇതിൽ ഗുരുവിൻ്റെ ചിറ്റേക്കാട്ട് തറവാടെന്ന് ഇറങ്ങിപ്പോകേണ്ട കാരണം ഗുരുവിനോട് ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല എന്നുള്ളതുകൊണ്ട് ഒന്ന് പറയുന്നുണ്ട്. അവിടെ നിന്ന് ഇറങ്ങിപ്പോയി ഇങ്ങനെ ആശ്രമങ്ങളിൽ നിന്നതുകൊണ്ടാണ് ഗുരു ആത്മജ്ഞാനത്തിൻ്റെ വഴിയിൽ വന്നത് എന്നുള്ളതാണ് പുള്ളിയുടെ കണ്ടെത്തൽ. വളരെ വിചിത്രമായ കണ്ടെത്തൽ. ഗുരു ജനിച്ച് 9 വയസ്സ് വരെ സംസാരിച്ചിരുന്നില്ല എന്നതാണ് നമ്മളെ അറിവ്. ഗുരു തന്നെ പറയുന്നത് അതാണ്. 9 വയസ്സ് വരെ ബന്ധുക്കൾ ഈ കുഞ്ഞ് സംസാരിക്കാത്തതുകൊണ്ട് സ്കൂളിൽ പോലും പറഞ്ഞയച്ചില്ല എന്നുള്ളതാണ് നമ്മളെ അറിവ്. അതാണ് സത്യം. അതാണ് ഗുരു നമ്മളോട് അറിയിച്ച കാര്യം. എന്നിരിക്കെ ഗുരു ചിറ്റേക്കാട്ട് തറവാട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത് കൊണ്ട് ഈ ആശ്രമങ്ങളിലൊക്കെ പോയി നിന്നത് കൊണ്ടാണ് ഗുരു ആത്മജ്ഞാനത്തിൻ്റെ വഴിയിൽ വന്നത്. അങ്ങനെയാണ് ഇത് അന്വേഷിച്ച് തുടങ്ങിയത് എന്ന് പറയുന്ന ഒരു പമ്പര വിഡ്ഢിയാണ് ശ്രീജിത്ത്.